2021 ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് തുടർ ഭരണം നേടിയതോടെ കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ കാൽ കീഴിലാണ്. അദ്ദേഹത്തിൻ്റെ കൊള്ളരുതായ്മകൾക്കും അഴിമതിക്കും ഏകാധിപത്യ ശൈലിക്കുമെതിരെ ചോദ്യങ്ങൾ ചോദിക്കുവാൻ പ്രാപ്തരായ ആരും ഇന്ന് പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിലില്ല. പാർട്ടി ദേശീയ സെക്രട്ടറിയായ MA ബേബിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനുമെല്ലാം കേവലം റബ്ബർ സ്റ്റാമ്പുകളാണെന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. ഈ ഘട്ടത്തിൽ പിണറായി വിജയൻ എങ്ങനെയാണ് പാർട്ടിയെ പിടിച്ചടക്കിയത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആദർശശുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയെല്ലാം ഒരു മൂലക്കിരുത്തിക്കൊണ്ട് അവർക്ക് പകരക്കാരായി അഴിമതിക്ക് കുടപിടിക്കുന്ന, വർഗീയതയോട് സന്ധി ചെയ്യുന്ന, പ്രത്യയശാസ്ത്ര ബോധമില്ലാത്ത നേതാക്കളെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് പിണറായി തൻ്റെ നീക്കങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകൾ. കൊല്ലത്ത് ആയിഷ പോറ്റി എന്ന ജനകീയ നേതാവിനെ ഒഴിവാക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ തൻ്റെ ഏറാൻമൂളിയായ KN ബാലഗോപാലിനെ അവരുടെ മണ്ഡലം ഏറ്റെടുത്ത് മത്സരിപ്പിച്ചതും ഇപ്പോൾ ധനകാര്യമന്ത്രിയായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലേക്ക് എത്തിയാൽ സജി ചെറിയാനെ മുന്നിൽ നിർത്തിയാണ് പാർട്ടിയുടെ ആദർശധീരനായ നേതാവായ G സുധാകരനെ പിണറായി വിജയൻ മൂലക്കിരുത്തിയത്. കോട്ടയത്തേക്ക് എത്തിയാൽ K അനിൽകുമാറിനെ പോലൊരു കോമാളിയെ ഉയർത്തിക്കൊണ്ടുവന്നു പിണറായി വിജയന്റെ വിശ്വസ്തനായ മന്ത്രി VN വാസവൻ ജനകീയ നേതാവായ K സുരേഷ് കുറുപ്പിനെ വെട്ടിനിരത്തുന്നതും നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തോടുകൂടി ഈ മൂന്ന് നേതാക്കളും ഏതാണ്ട് പൂർണ്ണമായി പാർട്ടിയിൽ നിന്ന് അകന്നു കഴിയുകയാണ്. എങ്കിൽ പോലും പാർട്ടിയുടെ ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതിനാൽ ഇവരെ പുറത്താക്കുവാനുള്ള യാതൊരു സാധ്യതയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ പിണറായി വിജയന്റെ പിണയാളുകൾക്ക് ഉണ്ടായിട്ടില്ല. ഇവരോടുള്ള സമീപനത്തിലും പിണറായിയുടെ ഏകാധിപത്യ ശൈലിയിലും അഴിമതി നിറഞ്ഞ രാഷ്ട്രീയ പ്രയോഗങ്ങളിലും പാർട്ടി അണികൾക്കും അനുഭാവികൾക്കും വലിയ എതിർപ്പാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മൂന്ന് നേതാക്കൾക്ക്, അതായത് G സുധാകരനും, ആയിഷ പോറ്റിക്കും, സുരേഷ് കുറുപ്പിനും പാർട്ടി അണികൾക്കിടയിൽ അതാത് ജില്ലകളിൽ വലിയ സ്വീകാര്യതയും ലഭിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, G സുധാകരൻ മാത്രമാണ് പലപ്പോഴും പാർട്ടിയുടെ തെറ്റ് തിരുത്തണമെന്ന് ഉദ്ദേശശുദ്ധിയോടുകൂടി വളരെ സത്യസന്ധമായ യാഥാർത്ഥ്യങ്ങൾ മറയില്ലാതെ തുറന്നടിക്കാറുള്ളത്. എന്നാൽ അദ്ദേഹത്തെ ഇതൊരവസരമായി കണ്ടുകൊണ്ട് ചവിട്ടി ഒതുക്കുവാനും പാർട്ടിക്ക് പുറത്താക്കുവാനുമുള്ള നീക്കങ്ങൾക്ക് ചൂടുപിടിപ്പിച്ചിരിക്കുന്നത് സജി ചെറിയാനാണ്. K സുരേഷ് കുറുപ്പ് പാർട്ടി ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെയാണ് വാസവന്റെ നേതൃത്വത്തിൽ CPM-ൽ ഒതുക്കിയത് എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്ന നിരവധി അഭിമുഖങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആയിഷ പോറ്റി ആവട്ടെ തനിക്കിപ്പോൾ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്നും പാർട്ടിയുടെ ബന്ധനങ്ങൾ തനിക്ക് ബാധകമാവുകയില്ല എന്നും തുറന്നടിക്കുന്ന സാഹചര്യവും നാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പിണറായി വിജയന്റെ ഏകാധിപത്യ ശൈലിക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആത്യന്തികമായി നന്മയെ കരുതി ഈ മൂന്ന് നേതാക്കളും സ്വതന്ത്രരായി തിരഞ്ഞെടുപ്പ് രംഗത്തും മത്സരിക്കുവാനൊരുങ്ങുന്നു എന്ന വാർത്തകളാണ്. ഈ വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ അത് കൊല്ലത്തും ആലപ്പുഴയിലും കോട്ടയത്തും CPM-ന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൊട്ടാരക്കര മണ്ഡലത്തിൽ ആയിഷ പോറ്റിയും, അമ്പലപ്പുഴ മണ്ഡലത്തിൽ G സുധാകരനും, ഏറ്റുമാനൂർ മണ്ഡലത്തിൽ K സുരേഷ് കുറുപ്പും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരത്തിനിറങ്ങിയാൽ UDF നിരുപാധിക പിന്തുണ നൽകുമെന്നും രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ മൂന്ന് പേരും ഒരുപക്ഷെ ഒരു ആശയ കൂട്ടായ്മ എന്ന നിലയിൽ പുതിയൊരു പാർട്ടിക്ക് രൂപം കൊടുക്കുവാനുള്ള സാധ്യതകളും ഉരുത്തിരിയുന്നുണ്ട്. അല്ലെങ്കിൽ KK രമ രൂപം കൊടുത്ത RMP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി സഹകരിച്ച് ഇവർ മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകളുമുണ്ട്. ഈ മൂന്ന് പേരും KK രമയുടെ ഭർത്താവായിരുന്ന TP ചന്ദ്രശേഖരനെ പോലെ തന്നെ VS അച്യുതാനന്ദന്റെ വിശ്വസ്തരായ നേതാക്കളായിരുന്നു എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട്. ഈ മൂന്ന് നേതാക്കളുടെയും പശ്ചാത്തലം കൂടി നാം പരിഗണിക്കേണ്ടതാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലേക്ക് വന്നാൽ R ബാലകൃഷ്ണപിള്ളയുടെ കുത്തകയായിരുന്ന ഈ സീറ്റ് മാടമ്പിയായ ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആയിഷ പോറ്റി എന്ന ജനകീയ നേതാവാണ് പിടിച്ചെടുത്തത്. ഓരോ തെരഞ്ഞെടുപ്പിലും ആയിഷ പോറ്റിയുടെ ഭൂരിപക്ഷത്തിൽ വലിയ വർധനവുണ്ടാകുന്നതും നാം കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ പാർട്ടിയുടെ ജനകീയ മുഖമായിരുന്ന വനിതാ നേതാവിനെ മൂലക്കിരുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ തൻ്റെ വിശ്വസ്തനായ, തൻ്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിൽക്കുന്ന KN ബാലഗോപാലിനെ കൊട്ടാരക്കരയിൽ മത്സരത്തിനിറക്കിയതും നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും വിജയിപ്പിച്ചെടുത്തതും. ബാലഗോപാലിന് ധനകാര്യമന്ത്രിയുടെ പദവി പിണറായി വിജയൻ ഏൽപ്പിച്ച അന്ന് തുടങ്ങിയതാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ എന്ന യാഥാർത്ഥ്യവും നാം തിരിച്ചറിയേണ്ടത്. ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് എത്തിയാൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു G സുധാകരൻ. ഒരു ഘട്ടത്തിൽ പോലും അഴിമതിയുടെ കറ പുരളാത്ത, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത നേതാവ്. അദ്ദേഹത്തെ 2 ടേം മാനദണ്ഡം ചൂണ്ടിക്കാട്ടി ഒഴിവാക്കുമ്പോൾ 2006-11 കാലഘട്ടത്തിലും 2016-21 കാലഘട്ടത്തിലും കേരളത്തിൽ ഉണ്ടായിട്ടുള്ള റോഡ് വികസനങ്ങളുടെ എല്ലാ ക്രെഡിറ്റും G സുധാകരനാണ് എന്ന യാഥാർത്ഥ്യവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ G സുധാകരന്റെ പകരക്കാരനായി പിണറായി വിജയന്റെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ് ഈ പദവി വഹിക്കുമ്പോൾ കേരളത്തിലെ റോഡുകളുടെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം. PWD വകുപ്പ് തന്നെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറി എന്നുള്ള യാഥാർത്ഥ്യവും വസ്തുതകളും അതിനുള്ള തെളിവുകളും നമുക്ക് മുന്നിലുണ്ട്.
ഇനി കോട്ടയം ജില്ലയിലേക്ക് എത്തിയാലോ? ശബരിമല അയ്യപ്പന്റെ സ്വർണം ഉൾപ്പെടെ കവർന്നതിന് ഒത്താശ ചെയ്തിട്ടുള്ള പിണറായി വിജയന്റെ വിശ്വസ്തനായ ദേവസ്വം മന്ത്രിക്കെതിരെ ശക്തമായ നിലപാടുകളുമായി രംഗത്ത് വരുവാൻ ആർജവമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന കെ സുരേഷ് കുറുപ്പിനെ പാടെ വെട്ടിനിരത്തിയിരിക്കുകയാണ്. എന്നാൽ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ സുരേഷ് കുറുപ്പ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയാൽ വാസവൻ ഒരിക്കൽ കൂടി നിയമസഭ കാണില്ല എന്ന കാര്യത്തിലും തർക്കമില്ല. സമാനമാണ് ആലപ്പുഴയിലെ അമ്പലപ്പുഴ സീറ്റിന്റെ കാര്യത്തിൽ ജി സുധാകരൻ മത്സരത്തിനിറങ്ങിയാലും കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര സീറ്റിൽ ഐഷ പോറ്റി മത്സരത്തിനിറങ്ങിയാലും ഉണ്ടാകാൻ പോകുന്ന സാഹചര്യങ്ങൾ. ഈ മൂന്ന് നേതാക്കളുടെയും മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ UDFിനോട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല എങ്കിൽ കൂടി CPMന്റെ ആത്യന്തികമായ നന്മയെ കരുതിയും പാർട്ടി അണികളുടെ വികാരത്തെ മാനിച്ചും പാർട്ടിയുടെ ഭാവി ഓർത്തുമാണ് ഇവർ പിണറായി വിജയൻ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ രംഗത്ത് വരുവാൻ ആലോചിക്കുന്നത്. ഈ മൂന്ന് പേരുടെയും കടന്നുവരവ് UDF ക്യാമ്പിന് വലിയ ഊർജം നൽകുമെന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം കൊല്ലം ജില്ലയിലും കോട്ടയം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും ഇവർ മത്സരിക്കുന്ന സീറ്റുകൾക്കപ്പുറം ഈ ജില്ലകളിലെ നിരവധി സീറ്റുകളിലേക്ക് ഈ നേതാക്കളുടെ കടന്നുവരവ് UDFിന് വലിയ നേട്ടം കൈവരിക്കുവാൻ ഉതകുന്ന ഒരു രാഷ്ട്രീയ ഘടകമാണ്. അതിനാൽ തന്നെ ഈ മൂന്ന് പേരെയും ഏത് വിധേനയും സംരക്ഷിക്കുമെന്ന നിലപാടാണ് UDF നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ ഐഷ പോറ്റിയും ജി സുധാകരനും ഒന്നിലധികം തവണ കോൺഗ്രസുമായി പരസ്യമായി വേദികൾ പങ്കിടുകയും ആ വേദികളിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ഒളിയമ്പുകൾ അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജി സുധാകരനെതിരെയുള്ള നീക്കങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ വേഗത വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിലൊന്നും കുലുങ്ങാതെ വീണ്ടും തന്റെ വിമർശനങ്ങൾ ആവർത്തിക്കുന്ന ജി സുധാകരൻ കൃത്യമായ രാഷ്ട്രീയ പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ജി സുധാകരന്റെ പദ്ധതികൾ എല്ലാ കാലത്തെയും പോലെ അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യവുമായി ചേർന്ന് നിൽക്കുന്നതല്ല, നേരെ മറിച്ച് പാർട്ടിയുടെ ആത്യന്തികമായ നന്മയെ കരുതിയിട്ടുള്ളതാണ്. സജി ചെറിയാൻ തന്നെ BJPക്കാരനാക്കുവാൻ ശ്രമിച്ചുവെന്നും സലാം തന്നെ നിരന്തരമായി അവഹേളിച്ചുവെന്നും സുധാകരൻ തുറന്നടിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുവാൻ CPM നിർബന്ധിതമാകും. എന്നാൽ ജി സുധാകരനെതിരെ ഒരു അച്ചടക്ക നടപടിയിലേക്ക് പാർട്ടി നീങ്ങിയാൽ ആലപ്പുഴ ജില്ലയിലെ 9 സീറ്റുകളിൽ ഇപ്പോൾ CPMനുള്ള 8 സീറ്റുകളിൽ ഏറ്റവും ചുരുങ്ങിയത് 4 എണ്ണമെങ്കിലും അവർക്ക് കൈവിട്ടു പോകുവാനുള്ള സാധ്യതയുണ്ട്. ജി സുധാകരനെ കൂടാതെ തന്നെ പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന പാർട്ടി നേതാക്കളുടെ നിലപാടിനെതിരെ ശക്തമായ അഭിപ്രായം പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ള കായംകുളം MLA ആയ U പ്രതിഭയും CPM വിടാനൊരുങ്ങുന്നുവെന്നും ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലെ സ്ഥിതി ഇതാണെങ്കിൽ കൊല്ലം ജില്ലയിലേക്ക് എത്തുമ്പോൾ ഐഷ പോറ്റിയുടെ കടന്നുവരവ് കൊട്ടാരക്കര സീറ്റ് മാത്രമല്ല UDFന് ഉറപ്പിക്കുന്നത്. നേരെ മറിച്ച് കൊല്ലം ജില്ലയിലെയും CPMന്റെ പല കുത്തകകളും ഐഷ പോറ്റിയുടെ കടന്നുവരവ് കൊണ്ട് UDFന് തകർക്കുവാൻ കഴിയും. ഇത് ഐഷ പോറ്റിക്ക് കൊട്ടാരക്കരയ്ക്ക് അപ്പുറമുള്ള ഒരു സ്വാധീനം കൊണ്ടല്ല, നേരെ മറിച്ച് പാർട്ടിയുടെ ജീർണതകൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നതോടുകൂടി പാർട്ടി അണികളും അനുഭാവികളും ഉൾപ്പെടെ CPMനെതിരായി വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യം സംജാതമാകുന്നത് കൊണ്ടാണ്. ഇനി കോട്ടയം ജില്ലയിലേക്ക് എത്തിയാൽ പരമ്പരാഗതമായി UDFന് വലിയ മേൽക്കോയ്മയുള്ള ഈ ജില്ലയിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 9 സീറ്റുകളിൽ 5 എണ്ണവും പിടിച്ചെടുക്കുവാൻ CPMനും ഇടതുമുന്നണിക്കും സാധിച്ചിരുന്നു. ഇതിൽ തന്നെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിനാണ് 3 സീറ്റുകളുള്ളത്. CPMനും CPIക്കും ഓരോ സീറ്റുകളാണുള്ളത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ സുരേഷ് കുറുപ്പ് കൂടി UDF ക്യാമ്പിലേക്ക് എത്തിയാൽ അല്ലെങ്കിൽ CPM പാളയത്തിൽ നിന്ന് പുറത്തു വന്നാൽ UDFനെ സംബന്ധിച്ച് കോട്ടയം ജില്ലയിലെ 9 സീറ്റുകളിൽ ഏറ്റവും ചുരുങ്ങിയത് 7 എണ്ണമെങ്കിലും നേടുവാനുള്ള രാഷ്ട്രീയ സാഹചര്യം സംജാതമാകും. ഒരുപക്ഷെ 8 സീറ്റും കൈയടക്കുവാനും UDFന് സാധിച്ചു വന്നിരിക്കും. അങ്ങനെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പിണറായി വിജയനെ പരാജയപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടുകൂടി CPMന്റെ കരുത്തരായ മുതിർന്ന നേതാക്കൾ പാർട്ടിക്ക് പുറത്തേക്ക് വരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. അത് കോട്ടയം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ UDFന് വലിയ രീതിയിലുള്ള നേട്ടം പകർന്നു നൽകുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇത്തരത്തിൽ CPMന്റെ മുതിർന്ന നേതാക്കൾ പാർട്ടിയുടെ ചട്ടക്കൂട് പൊളിച്ച് പുറത്തേക്ക് വരുവാനുള്ള സാധ്യതകളും ഒരുപക്ഷെ ഒരു പുതിയ പാർട്ടി തന്നെ രൂപീകരിച്ചുകൊണ്ട് UDFുമായി സഹകരിക്കുവാനുള്ള സാധ്യതകളും പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.